നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ഓണം സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ മേക്കപ്പ് സീരീസിലെ ഇന്ന് വന്നിട്ട് ഒരു സൂപ്പർ ആയിട്ടുള്ളൊരു വീഡിയോ കേട്ടോ. നമ്മളിതൊരു സ്കിൻ കെയർ വീഡിയോ ആണ്. അപ്പോൾ ഇവിടെ ഒരു കമൻറ്റ് കണ്ടില്ലേ, നമുക്ക് ഇങ്ങനെ ഒരു കുട്ടി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് ഈ കമൻറ്റ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പറ്റിയുള്ള, അതായത് ഹോസ്റ്റലേഴ്സിനൊക്കെ നമുക്ക് ഈ ഒരു നമ്മളിന്നൊരു ടാൻ റിമൂവൽ ഒരു ബ്രൈറ്റനിങ് പൗഡറാണ് പ്രിപ്പയർ ചെയ്യണത്. വളരെ ഇൻഗ്രീഡിയൻസ് കുറവാണ്. ഒപ്പം തന്നെ നമുക്കിത് ബോഡിയിൽ ഫേസിൽ യൂസ് ചെയ്യാം. അതായത് നമ്മുടെ ഫേസിലെ ടാൻ നന്നായിട്ട് മാറാനും ബോഡിയിലെ ടാൻ മാറാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്കിതൊരു ബാത്ത് പൗഡർ ആയിട്ട് ഫേസിലും ബോഡിയിലും ഒരുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് നിങ്ങൾക്ക് ഫേസ് പാക്ക് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. അത്രയും ഇൻഗ്രീഡിയൻസുകൾ നല്ലതാണ്, ഫ്രഷസ് ആണ്. നമുക്ക് ഇൻഗ്രീഡിയൻസുകൾ നന്നായിട്ട് ഗുണം ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഒരു ബോഡി ബ്രൈറ്റനിങ് അല്ലെങ്കിൽ ഒരു ടാൻ റിമൂവൽ ഫുൾ ബോഡി ബ്രൈറ്റനിങ് ഒരു പൗഡർ വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കിതൊരു ഏകദേശം ഒരു നമ്മൾ നനവും തട്ടാണ്ട് എയർ ടൈറ്റ് ആയിട്ടൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 2 മാസമൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കാൻ പറ്റണതാണ്. അപ്പോൾ ഇങ്ങനെ ഹോസ്റ്റലിലുള്ളവർക്കൊക്കെ വളരെ സിമ്പിളാണ്. പിന്നെ ഇൻഗ്രീഡിയൻസുകളൊക്കെ അത്രയും ഗുണമുള്ളതാണ്. ഞാൻ ജസ്റ്റ് പുതിയതായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളതല്ല, ഓൾറെഡി നമ്മൾ മിക്ക വീഡിയോയിലും പറയണതാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ ഇന്ന് കാണിക്കുന്നത് കുറച്ച് സ്മെല്ല്, അതായത് മണം നന്നായിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇങ്ങനെ എന്താ പറയുക, ആ ഒരു സ്മെല്ലുണ്ടല്ലോ, നല്ലൊരു കുളിച്ചൊക്കെ വരുമ്പോൾ ബാത്റൂമിലാണെങ്കിലും നമുക്കാണെങ്കിലും നല്ല സ്മെല്ലുണ്ടാവും. അതും പിന്നെ നമ്മുടെ വേർപ്പ് മണല്ലേ, അതായത് ആ ഒരു ബോഡി ഓർഡർ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനിത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാനിപ്പോൾ എടുക്കുന്നത് ഒരു ഈവനിങ്ങിലാണ്. ഈവനിങ് എന്ന് വെച്ചാൽ വെയിലൊക്കെ ഡള്ളായ സമയത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഞാനിവിടെ കുട വെച്ചിട്ടുണ്ട്. അതായത് കുട മീൻസ് ലൈറ്റ് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും മിററിൽ. അപ്പോൾ ചിലരങ്ങനെ എടുത്ത് പറയാറുണ്ട്. അപ്പോൾ അതുതന്നെ ഞാൻ അങ്ങനെ വെക്കലില്ല. പക്ഷെ ഇന്ന് എനിക്ക് വെക്കാണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലൈറ്റിൻ്റെ ഒരു ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് റിസൾട്ട് ഉണ്ടാവില്ല. ഒരു 1 month ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല ഡിഫറൻസ് ഉണ്ടാവുക. അപ്പോൾ എന്തായാലും നോക്കാം. പിന്നെ ഇത് വന്നിട്ട് നമുക്ക് ടീനേജ് മുതലുള്ളവർക്ക് നമുക്ക് ബാത്ത് പൗഡറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, എല്ലാ ഏജുകാർക്കും. ഇതാണ് നമ്മുടെ ബോഡി ബ്രൈറ്റനിങ് ടാൻ റിമൂവൽ പൗഡർ കേട്ടോ. ഇത് എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ടൈം യൂസ് ആണ് നമുക്ക് ഇതിന്റെ പെർമനന്റ് ആയിട്ടുള്ള റിസൾട്ട് കാണുള്ളൂ. ജസ്റ്റ് നമ്മൾ ഒരു 2 ദിവസം 3 ദിവസം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വലിയ മാറ്റങ്ങളൊന്നും കാണാൻ സാധിക്കില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ആദ്യം തന്നെ ഇത് യൂസ് ചെയ്യുന്നവര് ഒന്ന് മനസ്സിൽ വെക്കണം. എന്നിട്ട് വേണം ഇത് യൂസ് ചെയ്യാനായിട്ട്. ഒരു 1 month എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം. പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒരു നനവ് ഇല്ലാത്ത പാത്രമോ അല്ലെങ്കിൽ ഒരു പേപ്പറോ അങ്ങനെ എന്തെങ്കിലും എടുക്കുക. വെട്ടിവറിന്റെ പൗഡർ, അതായത് നമ്മുടെ രാമച്ചത്തിന്റെ പൗഡറാണ് നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത്. ഇതിന്റെ ഗുണങ്ങളൊക്കെ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. എന്നാലും ജസ്റ്റ് നമുക്ക് ഒന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ സ്കിന് നന്നായിട്ട് സൂത്താൻ, അതുപോലെ തന്നെ കൂൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ടോൺ നന്നായിട്ട് ബാലൻസ് ചെയ്യാനും നന്നായിട്ട് ടോൺ ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ബ്രൈറ്റൻ ചെയ്യാൻ, അൺഈവൻ സ്കിൻ ടോണിനൊക്കെ ഈവൻ ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നത്തെ വന്നിട്ട് ചന്ദൻ പൗഡറാണ്. ഞാൻ എടുത്തിരിക്കുന്ന ഒരു യെല്ലോ കളറുള്ള ചന്ദൻ പൗഡറാണ്. ഇത് സ്കിന്നിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനാണ് നല്ല സ്മെല്ലുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെ സ്മെല്ല് നോക്കിയിട്ട് എടുത്തത് കേട്ടോ. ഇതാണെങ്കിലും ഗുണങ്ങൾ ഞാനിവിടെ സൈഡിൽ വെച്ചിട്ട് കാണാൻ പറ്റും. നമ്മുടെ സ്കിൻ ടോണിനെ ബ്രൈറ്റൻ ചെയ്യാൻ, ഈവൻ ടോൺ ആക്കാൻ, എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ നല്ല സൂത്ത് മോയ്സ്ചറൈസ് ആക്കാനായിട്ടും നമുക്ക് ഏജിങ്ങിനെ ഡിലേ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇൻഗ്രീഡിയന്റ് ആണ് നമ്മുടെ ബീസൻ പൗഡർ, കടലമാവിന്റെ പൗഡർ. ഇതും നമുക്കറിയുന്നതാണ്, പണ്ടുകാലം മുതലേ ബാത്ത് പൗഡർ ആയിട്ടും ഫേസ് പാക്കിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. സ്കിന്നിനെ ടാൻ റിമൂവൽ ആക്കാനും ബ്രൈറ്റൻ ചെയ്യാനും ജെന്റിൽ എക്സ്ഫോളിയേഷൻ ചെയ്യാനും ആക്നെ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ മോയ്സ്ചറൈസിങ്, ആന്റി ഏജിങ് ഇതിനൊക്കെ യൂസ് ചെയ്യും കേട്ടോ. അപ്പൊ ഇത് നന്നായിട്ട് ഈ 3 ഇൻഗ്രീഡിയന്റ് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്യുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട്, നനവില്ലാത്ത മിക്സിയുടെ ജാറിലിട്ട് അടി അടിച്ചിട്ട് ഒക്കെ മിക്സ് ആവും അപ്പോൾ നന്നായിട്ട്. എന്നിട്ട് നമുക്കിതൊരു ജാറിൽ എയർ ടൈറ്റ് ആയിട്ട് സൂക്ഷിക്കാം കേട്ടോ. ഇത് ഞാൻ എടുത്തിരിക്കുന്നതൊക്കെ നൈസ് എന്ന് പറഞ്ഞാൽ അത്രയും നൈസ് ആയിട്ടുള്ള പൗഡറാണ്. അതുകൊണ്ട് തന്നെ ഞാനിത് ഫേസ് കഴുകാനും ബോഡി കഴുകാനും ഒരുപോലെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എടുക്കുന്നത് എന്തെങ്കിലും കാരണവശാൽ തരി ഉണ്ടെന്ന് തോന്നി കഴിഞ്ഞത് ഫേസ് കഴുകാൻ എടുക്കരുത്. ഫേസ് പാക്ക് ആയിട്ട് നിങ്ങൾക്ക് വീക്കിലി ട്വൈസ് ഒക്കെ യൂസ് ചെയ്യാം, 1 to 2 ഒക്കെ. പക്ഷെ ഫേസ് കഴുകാൻ ഡെയിലി യൂസ് ചെയ്യരുത്. കാരണം ഇതൊരു സ്ക്രബിങ് എഫക്റ്റ് വരുമ്പോൾ നമ്മുടെ ഫേസിലെ ബാരിയർ നാശാവും, കേടാവാനും ഡാമേജ് ആവാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഇങ്ങനെ എപ്പോഴൊന്നും അങ്ങനെ കഴുകാൻ പാടില്ല. ഇത്രയും തരി ഉണ്ടാവാൻ പാടില്ല. നൈസ് ആയിരിക്കണം, അതാണ് എടുത്ത് പറഞ്ഞത് കേട്ടോ. അല്ലാണ്ട് വേറൊരു കുഴപ്പമില്ല. പക്ഷെ നൈസ് പൗഡർ ആയിരിക്കണം, അത്രയും നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ എടുത്തിട്ടുള്ളതിനൊക്കെ ടാഗ്, അതായത് പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് വെക്കാം. ഇതിപ്പോ ഇന്നൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഇന്നൊരു പ്രൊഡക്റ്റിന്റെ കൊളാബറേഷൻ അങ്ങനെയൊന്നും അല്ല. എനിക്ക് ഇഷ്ടമുള്ള പ്രൊഡക്ട്സ് നോക്കിയിട്ട് ഞാൻ മേടിച്ചു. ഇത് നമുക്ക് അങ്ങാടി കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. പക്ഷേ ഈ യെല്ലോ കളറുള്ള ചന്ദൻ അല്ലെങ്കിൽ ഇങ്ങനെ സ്മെല്ലുള്ള ചന്ദൻ ഈ ഓൺലൈനിൽ നിന്നാണ് തോന്നുന്നു കിട്ടുക, എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ ഓൺലൈനിൽ നിന്നാണ് മേടിച്ചത്. അപ്പൊ അത് ഇതുപോലെ സൂക്ഷിക്കാം. ഇനി ഇത് മിക്സിംഗ് ആണ്. മിക്സ് ചെയ്യാനായിട്ട് നമുക്കിത് ഫേസ് പാക്ക് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഫേസിന് സ്യൂട്ട് ആയിട്ടുള്ള ഏത് ഇൻഗ്രീഡിയൻസിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് മിക്സ് ചെയ്യാം. ഞാനിപ്പോ ഇവിടെ നോർമൽ വെള്ളത്തിലാണ് മിക്സ് ചെയ്യണത്.
ആവശ്യത്തിന് നമുക്കിത് ബോഡിയിലും നമുക്കിത് ബാത്റൂമിലൊക്കെ വെക്കുകയാണെങ്കിൽ മുഖം കഴുകുക പ്ലസ് നമുക്ക് ബോഡി കഴുകാൻ ഒരുപോലെ യൂസ് ചെയ്യാം. ഇനി നമുക്കിത് ഫേസ് പാക്ക് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ആവശ്യത്തിന് എടുത്തിട്ട് നമുക്ക് തൈരോ പാലോ മോരോ നിങ്ങൾക്ക് ഏതിലാണോ പറ്റണമെന്ന് വെച്ചാൽ അതിൽ നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് ഫേസ് പാക്ക് ആയിട്ട് വീക്കിലി വൺസ് ആൻഡ് ട്വൈസ് യൂസ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ ടാൻ അടിക്കുന്നതിനനുസരിച്ചിട്ട് നമുക്കിപ്പോൾ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ നമുക്ക് ഫേസ് പാക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ബോഡി വാഷ് ചെയ്യാനായിട്ട് മുഖം കഴുകാനൊക്കെ ആയിട്ട് നമുക്കിത് ടീനേജ് മുതൽ യൂസ് ചെയ്യാം. ഫേസ് പാക്ക് ആയിട്ട് ടീനേജേഴ്സിന് നമുക്ക് പിമ്പിൾസ് മാർക്സ് അങ്ങനത്തെ ഇഷ്യൂ ഉള്ളവർക്ക് നമുക്ക് ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഇടാം. അല്ലാത്തവർക്കും നമുക്ക് നമ്മുടെ ഫേസിനെ ഒന്ന് ടാൻ റിമൂവൽ ആക്കാനൊക്കെ മുതിർന്നവർക്ക് നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ നിർബന്ധമായിട്ട് യൂസ് ചെയ്യണോണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ടീനേജ് ഫേസ് പാക്ക് ആയിട്ട് യൂസ് ചെയ്യണമെന്നില്ല, ബോഡി കഴുകാനൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ മിക്സിങ്. ഞാൻ വെള്ളത്തിലാണ് ജസ്റ്റ് മിക്സ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ഇരിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പൗഡർ വന്നിട്ടുള്ളത്. ഇൻഗ്രീഡിയൻസുകൾ കണ്ടില്ലേ, നമുക്ക് നല്ല ഗുണമുള്ളതാണ്. രാമച്ചം, ചന്ദനം, പിന്നെ ഞാൻ സാധാരണ നമ്മുടെ സാൻഡൽവുഡ് പൗഡർ എടുക്കുന്നത് വ്യത്യസ്തമാണ് ഇപ്രാവശ്യം എടുത്തിട്ടുള്ളത്. ഇപ്രാവശ്യം കുറച്ച് സ്മെല്ലുള്ളതാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. എനിക്കത് കുറച്ച് താല്പര്യം തോന്നിയോണ്ടാണ് ഞാൻ അതെടുത്തത്. അപ്പം അതന്നെ എടുക്കണം എന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര മണമാണ്. ഇതിങ്ങനെ നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ ഇത് എന്താ പറയുക, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. അപ്പം ഞാനിവിടെ മിക്സ് ചെയ്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് നിങ്ങൾ കണ്ടതല്ലേ എങ്ങനെയാണെന്നുള്ളത്. അപ്പം മിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതേ വെള്ളത്തിലാണ്. അപ്പോൾ ഇത് നമുക്ക് ഫേസിൽ ഇട്ട് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫേസിൽ വേറെ ഏതെങ്കിലും ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഏതിൽ വേണമെങ്കിലും മിക്സ് ചെയ്യാം. ഞാനിവിടെ സാധാ വെള്ളത്തിലാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഫേസിൽ ഒരു വീഡിയോ എടുത്തിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പൊട്ട് വെച്ചിട്ടുണ്ട്, പിന്നെ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, പിന്നെ ചെറുതായിട്ടൊരു ഫൗണ്ടേഷനൊക്കെ ഞാനൊരു റിവ്യൂ ഒരു സൈഡിൽ ഇട്ടിട്ട് ഒരു സൈഡിൽ ഇടാത്ത പോലെയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വ്യത്യാസം ഫേസിലുണ്ടാവും. അപ്പോൾ എന്തായാലും ഞാൻ ഇതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് വന്നിട്ട് ഇത് ഇട്ട് കാണിക്കാം. ഞാൻ കയ്യിലും ഫേസിലും ഇട്ട് കാണിക്കാം കേട്ടോ. പിന്നെ നമുക്കിത് ഫുൾ ബോഡി യൂസ് ചെയ്യാൻ പറ്റണത്, അതായത് മൊത്തം യൂസ് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ഇഷ്ടമാണ്. ഇനിയിപ്പോൾ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഫേസ് പാക്ക് ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ എന്താ പറയുക, ഇതിലത്തെ ഇൻഗ്രീഡിയൻസുകൾ നമുക്ക് വലിയ തരി ഇല്ലാത്തത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഫേസിലും ബോഡിയിലും ഒരുപോലെ യൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൽ തരികളോ ആ ഒരു സ്മൂത്ത്നെസ് അല്ലാത്ത റഫായിട്ടുള്ള പൊടികളാണെങ്കിൽ ഇത് നിങ്ങൾ ബാത്ത് പൗഡറായിട്ട് നൈസാക്കിയിട്ട് ബാത്ത് പൗഡറായിട്ട് യൂസ് ചെയ്യാൻ നല്ലത്. പിന്നെ അത്ര നൈസ് പൗഡർ ആവണം ഫേസിൽ നമ്മൾ എന്താ പറയുക ഫേസ് വാഷ് ചെയ്തെടുക്കുമ്പോൾ. എന്താണെന്ന് വെച്ചാൽ അത്രയും ആ ഒരു സ്ക്രബിങ് എഫക്റ്റ് വന്നാൽ നമ്മുടെ സ്കിന്നിൻ്റെ ടോപ്പ് ലെയർ ബാരിയർ ഡാമേജ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണം പ്രത്യേകം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഒന്ന് സെറ്റാക്കിയിട്ട് വരാം. ഫേസും ഒക്കെ ഒന്ന് കഴുകിയിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊരു ഫേസ് പാക്ക് മാതിരി ഇടുന്നുണ്ട്. കാരണം ഇത് ഭയങ്കര കൂളിംഗ് എഫക്റ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് നല്ല തണുപ്പ് തരും നമ്മുടെ ബോഡിക്കൊക്കെ. രാമച്ചൻ നല്ല തണുപ്പ് തരുന്നതാണ്. നമുക്ക് ഫേസിൽ ഇടുമ്പോൾ തന്നെ അറിയാം നല്ല തണുപ്പുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഫേസ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ എടുത്തിരിക്കുന്ന പൗഡർ അത്രയും ഫൈൻ പേസ്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് ഫേസ് വാഷായിട്ടും ഫേസ് പാക്കായിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. നിങ്ങൾ എടുക്കുന്നത് നിങ്ങൾ അതെടുക്കുമ്പോൾ നോക്കിയിട്ട് വേണം. പിന്നെ ഞാൻ എടുത്തതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് സ്കിന്നിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാട്ടോ. ഇപ്പോൾ ഇതേ നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ബോഡിയിലേക്കാണെങ്കിൽ നമുക്ക് നോർമൽ വെള്ളമൊക്കെ ആക്കി അല്ലെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ തേച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ തേച്ച് കുളിക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ തേച്ച് ഇങ്ങനെ പിടിപ്പിക്കാം കേട്ടോ. നമ്മൾ ഇതുമാതിരി ഇങ്ങനെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. ഇതിനൊരു ആഷ് കളറാണ് വരുന്നത്. കാരണം നമ്മുടെ രാമച്ചത്തിൻ്റെ കളറാട്ടോ ആ ഒരു ആഷ് കളറായിട്ട് വരുന്നത്. അതുപോലെ തേച്ച് അപ്പോൾ ഫേസ് പാക്കായിട്ട് ഞാൻ ഫേസിലിടുന്നത്. അപ്പം നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതൊരു പൗഡറാണ്. ഈ പൗഡർ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് കുളിക്കുമ്പോഴോ അല്ലെങ്കിൽ ഫേസ് പാക്കായിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ടാനൊക്കെ മാറി നമ്മുടെ ബോഡി നന്നായിട്ടൊന്ന് ഈവൻ ടോൺ ആവും. അപ്പോൾ അതെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഫേസ് പാക്ക് ഉണങ്ങുന്ന നേരം കയ്യിലത്തെ അങ്ങനെ തന്നെ വെക്കും. എന്നിട്ട് നമുക്ക് വരാം. ഫേസ് പാക്ക് പെട്ടെന്ന് ഉണങ്ങും കേട്ടോ. കാരണം ഇതിലത്തെ ചന്ദനം അതുപോലെ തന്നെ നമ്മൾ കടലമാവ് ഇട്ടിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാമച്ചും അത് പെട്ടെന്ന് നമ്മുടെ സ്കിന്നിങ്ങനെ നന്നായിട്ടൊന്ന് ഇങ്ങനെ വലിച്ചെടുക്കും. അതായത് ഒരു പെട്ടെന്ന് ഒരു ഉണങ്ങുന്ന ടൈപ്പാട്ടോ. ഞാൻ ഒന്ന് റിമൂവ് ചെയ്യട്ടെ. അപ്പം നല്ലൊരു ഉപ്ടൻ പൗഡറാട്ടോ അത്. ഞാൻ വളരെ സൂക്ഷിച്ചാണ് റിമൂവ് ചെയ്യണത്. കാരണം ഞാൻ ഇട്ടിരിക്കണത് എന്താ പറയുക ഒരു എന്താ പറയുക സ്കേർട്ടാണ്, അതും ഓഫ് വൈറ്റ്. ഞാനൊരു വീഡിയോ കഴിഞ്ഞിട്ട് ടീഷർട്ട് അതിൻ്റെ സ്കേർട്ടിൻ്റെ ടോപ്പ് ഊരിയിട്ട് ടീഷർട്ട് എടുത്തിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ ചെയ്യണതേ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കേർട്ടിൽ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പണിയാണ്. കാരണം ഞാൻ വളരെ സൂക്ഷിച്ച് ഇങ്ങനെ വന്നിട്ടാണ് റിമൂവ് ചെയ്യണത്. ഇത് മേല് പോവെന്ന് വെച്ചിട്ട്. അപ്പോൾ ദാ
നമ്മൾ റിമൂവ് ചെയ്തു. ഇനി കയ്യിലും കൂടി ഉണ്ട്. ഇത് ഞാനൊന്ന് കഴുകിയിട്ട് വരാം, കാരണം ഇത് ഒക്കെ സ്കേർട്ടിലാവും ഇങ്ങനെ ഒന്ന് ആക്കുമ്പോഴേ. പെട്ടെന്ന് തന്നെ ഞാൻ കഴുകിയിട്ട് വന്നിട്ട് വർത്താനം പറയാം ബാക്കി. നമ്മൾ എന്തായാലും ഒരു 1 month കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം. ഒരു 7 daysലേക്ക് നമുക്ക് വ്യത്യാസം മനസ്സിലാവുമെങ്കിലും നമ്മളൊരു 1 month കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണം കേട്ടോ. ആ ഒരു നല്ല രീതിക്കുള്ള ഡിഫറൻസ് നമുക്ക് കാണണമെങ്കിൽ. അപ്പോൾ ഫേസിലാണെങ്കിലും അതെ. അപ്പോൾ ഫേസ് പാക്ക് ആയിട്ട് നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ ഒക്കെ മതി. പക്ഷെ നമുക്കിതൊരു ഫേസ് വാഷ് നമ്മൾ കുളിക്കില്ലേ, ആ സമയത്ത് നമുക്കൊന്ന് മുഖത്ത് നോക്കിയിട്ടിട്ട്, പക്ഷെ എടുക്കുന്ന സാധനം അത്രയും നൈസായിരിക്കണം. കടലമാവ് ആയിക്കോട്ടെ, രാമച്ച ആയിക്കോട്ടെ, ചന്ദനായിക്കോട്ടെ, പൗഡറുകൾ നൈസ് പൗഡർ ആയിരിക്കണം. നമ്മൾ വാങ്ങിച്ചിട്ട് നമ്മൾ നോക്കുക, നമുക്ക് ഒന്നും കൂടി അരിക്കണമെങ്കിൽ ഒക്കെ ഒന്നും കൂടി അരിച്ചിട്ടിടാം. എന്ന് വെച്ചാൽ നമ്മളൊരു ഫേസ് പാക്ക് ആയിട്ടല്ല, ഫേസ് വാഷ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അത്രയും നൈസ് ആവണം കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നല്ല ഐറ്റമാണ്, നല്ലൊരു പൗഡറാണ്, നമുക്കൊരു ടാൻ റിമൂവലിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.